ഇവിടെ ഇത് ചെയ്യുന്ന തൊഴിലാളികൾ ട്രഡീഷണൽ കലാകാരന്മാരാണ്. അവർ വെടിക്കെട്ടിൻ്റെ ഇതിൽ വൈവിധ്യം നേടിയിട്ടുള്ള ആളുകളാണ്. ഇതിലെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വരുമാനം ഇതൊന്നുമില്ല. ഇതൊരു ആ സമയത്ത് കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ അവർക്കുള്ളൂ. തൃശൂർ പൂരം വെടിക്കെട്ടിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെക്കുറിച്ച് അറിയാനാണ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ അനുമതിയോടെ മനോരമ ഓൺലൈൻ വാർത്താ സംഘം മുണ്ടത്തിക്കോടെത്തിയത്. മറ്റു മാധ്യമപ്രവർത്തകരും അവിടെയുണ്ടായിരുന്നു. കുട്ടംകുളം പാടത്തിനോട് ചേർന്ന് ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു വെടിക്കോപ്പ് നിർമ്മാണം. വഴിയിൽ തന്നെ നോ എൻട്രി ബോർഡ് കാണാം. പ്രദേശവാസികളെ വിലക്കാനാണ് ഈ ബോർഡ്. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്നു. പലയിടങ്ങളിലായി കെട്ടിയ കുഞ്ഞു കൂരകൾക്ക് മുന്നിലിരുന്ന് തമാശകൾ പറഞ്ഞും പാട്ടുപാടിയും കളിയും ചിരിയും ഒക്കെയായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. എല്ലാവരും വലിയ സന്തോഷത്തിലും പൂരാവേശത്തിലുമൊക്കെയായിരുന്നു. ഓരോ കൂരകളിലും വെവ്വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഒരിടത്ത് പടക്കത്തിനാവശ്യമായ തിരികൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. മറ്റൊരിടത്ത് വെടിക്കോപ്പുകളിൽ ടൈമറുകൾ സ്ഥാപിക്കുന്നവർ, നിറങ്ങൾ നിറയ്ക്കുന്നവർ, വെടിമരുന്ന് നിറയ്ക്കുന്നവർ, അങ്ങനെ എല്ലാവരും തിരക്കിലാണ്. യുദ്ധ പശ്ചാത്തലത്തിൽ സ്നേഹം എന്ന ആശയം കൂടി ഉൾപ്പെടുത്തിയാണ് തിരുവമ്പാടിക്കാർ ഇത്തവണ വെടിക്കെട്ട് സജ്ജമാക്കിയത്. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം 26-ാം തീയതിയാണ്. സാമ്പിൾ വെടിക്കെട്ട് 24-ാം തീയതിയാണ്. അതിൻ്റെ എല്ലാ പണികളും ഓരോന്നോരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ ട്രഡീഷണൽ കലാകാരന്മാരുടെ 3 മാസത്തെ പ്രയത്നമാണ്. ഇപ്രാവശ്യം നമ്മൾ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളെല്ലാവരും ഒരു സന്തോഷമായിട്ടിരിക്കണം, സമാധാനം വേണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ റിങ്ങിൻ്റെ ഉള്ളിലൊരു ലവ് സൈനാണ് നമ്മൾ ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായിട്ട് ഒരുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല പണ്ട് ഉപയോഗിച്ചിരുന്ന നിലമുട്ടുകളുണ്ട്, പലവർണ്ണ മുട്ടുകളുണ്ട്, സൈഡ് പാളിയ മുട്ടുകളുണ്ട്, പായലുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. LED കൊടൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലാളികളിൽ പലരും മറ്റു ജോലികൾ കൂടി ചെയ്യുന്നവരാണ്. അവരിൽ ബസ് കണ്ടക്ടർ മുതൽ സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നവർ വരെയുണ്ട്. പൂതി കൊണ്ടാണ് ബസ്സിലെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വന്നതെന്നും ഇവിടെ സേഫാണ്, പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് കണ്ടക്ടർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഓരോ സെക്ഷനും ഉണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ, പല സൈഡിലാണ് ഓരോ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സുരക്ഷ. അപ്പോൾ എല്ലാതും ഒരുമിച്ചിട്ടല്ല, ഓരോ പണികളും ഓരോ സൈഡിൽ അതിന് പ്രത്യേക ദൂരപരിധി വെച്ചിട്ട് ആ പരിധിയിലാണ് ഇതൊരുക്കുന്നത്. പടക്ക നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഗിരിച്ചേട്ടനാണ്. കെമിക്കലുകൾ നിരോധിച്ച കാരണം കുറേ മുട്ടകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൽ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ മുട്ട കത്തിക്കാൻ പറ്റും. ഇത് കൊണ്ട് ഇതിനാണ് ഇതിട്ട് മിന്നൽ മരുന്നിട്ടിട്ട് നമ്മൾ പൊട്ടിക്കാത്തത്. ഇതിൻ്റെ 90 രൂപ ആക്കണോ, പിന്നെ ഇതിലേക്ക് ഈ പൗഡർ ഇട്ടിട്ട് നമ്മൾ ഈ ടൈമർ വെച്ച് പൊട്ടിക്കും. അത് ഗുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഗുളികിട്ട് കഴിഞ്ഞാൽ അമുട്ടായി. കളിചിരികളും തമാശകളും ഒക്കെ പറഞ്ഞ് വാർത്തയുമായി മടങ്ങുമ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് മടങ്ങാമെന്ന് ചിലർ ഞങ്ങളെ നിർബന്ധിച്ചു. പക്ഷേ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. തൊട്ടു പിന്നാലെയാണ് ദുരന്ത വാർത്ത അറിയുന്നത്. ആദ്യം വിശ്വസിക്കാനായില്ല. ആർക്കും അപായമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ വണ്ടി തിരിച്ചു. ഞങ്ങൾ നിന്ന സ്ഥലവും അവിടുത്തെ കുഞ്ഞു കൂനകളും തീഗോളങ്ങൾക്കിടയിൽ അപ്പോഴേക്കും ചാരമായി പോയിരുന്നു. പാട്ടുപാടി തന്നവരെയും തമാശകൾ പറഞ്ഞവരെയൊന്നും അവിടെ കണ്ടില്ല. ഒരുപക്ഷെ ചിതറി ഓടിയവരുടെ കൂട്ടത്തിലോ ചിതറിത്തെറിച്ചവരുടെ കൂട്ടത്തിലോ അവരുണ്ടായിരുന്നിരിക്കാം. പലരെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു. അല്പം മുമ്പ് നിറയെ സംസാരിച്ചവർ, പ്രതീക്ഷകളോടെ പൂരം കാത്തിരുന്നവർ. ഇനിയൊരു പൂരക്കാലം കാത്തിരിക്കാൻ അവരിൽ പലരും ഇനിയില്ല. ആ മുഖങ്ങളും പറഞ്ഞു ചിരിച്ച തമാശകളും മനസ്സിനെ വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.